എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ദയവ് ചെയ്ത് ഈ വീഡിയോ എല്ലാവരും കാണണം. വളരെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ കുട്ടികൾക്ക് നിർബന്ധമായും കാണിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ, മതപരിവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികളെ വശീകരിച്ചുകൊണ്ട് അവരോട് ഹിന്ദു സനാതന ധർമ്മത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരാൾ. ഇപ്പോൾ സമീപകാലത്ത് ഒരു പെൺകുട്ടി അയച്ചു തന്ന ഒരു ചോദ്യമാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടിയോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചതു, നീ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാറില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഞാൻ പോകാറുണ്ട്, ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ഞാൻ എല്ലാ ദിവസവും പോകാറുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? നീ പോകുന്ന ക്ഷേത്രം പലതവണ കണ്ടിട്ടുണ്ട്, വെളിയിൽ നിന്നും കണ്ടിട്ടുണ്ട്, അകത്തും കയറി കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു ഭയാനകമായ ഒരു രൂപം അവിടെ കുത്തിവെച്ചിട്ടുണ്ടല്ലോ. അവരുദ്ദേശിച്ചത് വ്യാളിമുഖമാണ്. അതുകൂടാതെ നിങ്ങൾ കയറിപ്പോകുന്ന ആ ഇരു സ്റ്റെപ്പിൻ്റെയും ഇടയിൽ എന്ന് വെച്ചാൽ സോപാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അവിടെ ഒരു സിംഹത്തിൻ്റെ ചിത്രവും കരിങ്കല്ലിൽ കൊത്തിവെച്ചതായി കണ്ടു. അത് നിങ്ങളെ ഉപദ്രവിക്കുമോ എന്നാണ് ചോദിച്ചത്. നമ്മളൊക്കെ എന്താ മറുപടി പറയാ? ക്ഷേത്രത്തിൻ്റെ മുകളിലും ഒക്കെ വ്യാളിമുഖം കൊത്തിവെച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈ സോപാനത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള സോപാനത്തിൻ്റെ ആ പടിക്കെട്ടിൻ്റെ ഇരുവശങ്ങളായിട്ട് സിംഹത്തിൻ്റെ ഇത് കുത്തിവെച്ചിട്ടുണ്ടാകാം. ചുറ്റോട് ചുറ്റും ഭയാനകമായ പല രൂപങ്ങളും കുത്തിവെച്ചിട്ടുണ്ടാവാം. ചോദ്യം, ഈ കൊത്തിവെച്ച രൂപം നിങ്ങളെ ഉപദ്രവിക്കുമോ എന്നാണ് പെൺകുട്ടിയോട് ചോദിച്ചത്. പെൺകുട്ടി ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. എന്താണെന്നറിയോ? ഇല്ല, ഞാൻ എത്രയോ കാലമായി ക്ഷേത്രത്തിൽ പോകുന്നത്, അതൊന്നും നമ്മളെ ഉപദ്രവിക്കില്ല. കാരണം അത് വെറും കരിങ്കല്ലല്ലേ എന്നാണ് പറഞ്ഞത്, അത് വെറും ശില്പമല്ലേ എന്നാണ് പറഞ്ഞത്. കുട്ടിയുടെ വായിൽ നിന്നും വീണ ആ വാക്കിനെ എടുത്തുകൊണ്ടാണ് പിന്നീട് ഇദ്ദേഹം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ അത് വെറും കരിങ്കല്ല് മാത്രമാണെങ്കിൽ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോയി തൊഴുന്ന ആ ഇതുണ്ടല്ലോ, അതും കരിങ്കല്ലല്ലേ? ഇത് നിങ്ങളെ ഉപദ്രവിക്കില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ആ കരിങ്കല്ലിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുക? അതെങ്ങനെയാണ് നിങ്ങളെ അനുഗ്രഹിക്കുക എന്നാണ് ചോദിച്ചത്. എന്തുണ്ട് ചോദ്യം? ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ട ആൾക്കാരെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള ചോദ്യമല്ലേ ഇത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നാളെ നമ്മുടെ മക്കൾക്ക് നേരെയും വരില്ലേ? അവരെല്ലാം ആശയക്കുഴപ്പം ഉണ്ടാക്കില്ലേ? അവർ വന്നിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുത്തരം പറയും? ഈ പെൺകുട്ടി നേരെ എൻ്റെ അടുത്താണ് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് പെൺകുട്ടിക്ക് കൃത്യമായ മറുപടി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. പക്ഷേ ബഹുഭൂരിപക്ഷം കുട്ടികളും ഇങ്ങനെ ഒരു വിവരം കേട്ട് കഴിഞ്ഞാൽ സ്വന്തം അച്ഛനോടത്തും അമ്മയടുത്തുമാണ് പോയി ചോദിക്കുക. അമ്മേ, ഇങ്ങനെയുണ്ടല്ലോ കേൾക്കുന്നത്, അച്ഛാ ഇങ്ങനെയുണ്ടല്ലോ കേൾക്കുന്നത്, എന്താണ് അതിന് മറുപടി എന്ന്. എന്നാൽ നമ്മൾ ഇന്ന് പല അച്ഛനമ്മമാരും ചെയ്യുന്നതെന്താണെന്നറിയോ? നിനക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ, പോയി പഠിക്കൂ എന്ന് പറഞ്ഞ് കുട്ടിയെ ശകാരിക്കും. ചില രക്ഷിതാക്കൾ പറയും, ക്ഷേത്രത്തെ പറ്റി ഇങ്ങനെ വേണ്ടാതിരൊന്നും പറയരുത്, മഹാപാപമാണ് എന്ന് പറയും. ആ കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരമല്ല അവർ കൊടുത്തത്. കുട്ടിയുടെ മനസ്സിൽ കിടന്ന് ഇതിങ്ങനെ മതിക്കും. കാരണം ആ പുറത്ത് കരിങ്കല്ലുണ്ട്, അതിന് സിംഹമുണ്ട്, ആ സിംഹം എന്നെ ആക്രമിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ സിംഹം എനിക്ക് ദോഷം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉള്ളിലുള്ള കരിങ്കല്ല് എനിക്ക് അനുഗ്രഹം ഉണ്ടാക്കുക? എന്തൊരു വിഡ്ഢിത്തമാണ് ഹിന്ദുക്കൾ ചെയ്യുന്നത്? ഈ ഹിന്ദുക്കൾ എന്തിനാണ് അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥന നടത്തുന്നത് എന്ന് ചിന്തിക്കും. കല്ലിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ആ പെൺകുട്ടിക്ക് ഞാൻ കൊടുത്ത മറുപടി എന്താണെന്ന് പറഞ്ഞു തരാം. ഞാൻ 2 മറുപടിയാണ് കൊടുത്തത്. ഒന്നാമത്തെ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ, പുറത്തുള്ള കരിങ്കല്ല് വിധിപ്രകാരം പ്രതിഷ്ഠിച്ചതാണ്, അകത്തുള്ള കരിങ്കല്ലും വിധിപ്രകാരം പ്രതിഷ്ഠിച്ചതാണ്. എന്നാൽ പുറത്തുള്ള കരിങ്കല്ലിന് പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടില്ല. എന്നാൽ അകത്തുള്ള കരിങ്കല്ലിന് ഒരു ആചാര്യൻ ഈ പ്രകൃതി മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഈശ്വര ചൈതന്യത്തിനെ ആവാഹിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തിയതാണ്. ആ പ്രതിഷ്ഠയ്ക്ക് നിത്യേന നിയമേന എന്ന വിധത്തിൽ
പൂജാതി കർമ്മങ്ങളും നിവേദ്യാദി കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പ്രാണൻ കൊടുത്തിട്ടുള്ളതാണ്. മോളെ, നീ ഒരു കാര്യം കൂടി ചിന്തിക്കുക. നിന്റെ വീട്ടിൽ 2 മുറി ഉണ്ടെന്നിരിക്കട്ടെ. ആ 2 മുറിയിലും 2 ഫാൻ ഫിറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ആ 2 മുറിയിലും ഫാൻ ഫിറ്റ് ചെയ്തിട്ട് ഒരു ഫാനിലേക്ക് നീ കറണ്ട് കൊടുത്തു എന്നിരിക്കട്ടെ, മറ്റേ മുറിയിലേക്ക് കറണ്ട് കൊടുത്തില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ഏത് ഫാനാണ് അവിടെ ചലിക്കുക? അവിടെ കറണ്ട് കൊടുത്ത ആ ഫാനാണ് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ കറങ്ങുക. കറണ്ട് കൊടുക്കാത്ത ഫാൻ സ്വിച്ചിട്ട് ചെയ്താലും അവിടെ കറങ്ങില്ല. അതുപോലെയാണ് ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ബിംബത്തിന് കറണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള ഈശ്വര ചൈതന്യത്തിനെ ആവാഹിച്ച് അവിടെ ഒരു ശ്രേഷ്ഠനായ ആചാര്യൻ അവിടെ പ്രാണൻ കൊടുക്കുന്നുണ്ട്, കറണ്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ പുറത്തുള്ളത് കറണ്ട് കൊടുക്കാത്ത തരത്തിലുള്ള പ്രതിഷ്ഠകളാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി ഇത് മാത്രമല്ല, ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത മറ്റൊരു മറുപടി കൂടിയുണ്ട്. എന്താണെന്നറിയാം? അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മോളുടെ വീട്ടിൽ ഒരു പട്ടി ഉണ്ട് എന്നിരിക്കട്ടെ. ആ പട്ടി ഉണ്ടെങ്കിൽ ആക്രമിക്കാനായിട്ടോ അല്ലെങ്കിൽ മോഷ്ടിക്കാനായിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ അവിടത്തേക്ക് അതിക്രമിച്ച് കയറി വരുന്ന ഒരാളാണെന്നിരിക്കട്ടെ. മോളെന്ത് ചെയ്യും? പട്ടിയെ അഴിച്ചു വിടും, അല്ലെങ്കിൽ ആ പട്ടി അയാളെ ആ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറ്റില്ല, ഉറപ്പാണ്. എന്നാൽ മോളോട് വളരെ അടുപ്പമുള്ള ഒരാൾ വീട്ടിലേക്ക് വരുന്നിരിക്കട്ടെ. മോളോട് സ്നേഹമുള്ള, ബഹുമാനമുള്ള, ആദരവുള്ള, അല്ല മോൾക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ഒരു വ്യക്തി നിത്യേന വരുന്ന ഒരാളാണെന്നിരിക്കട്ടെ. അവരെടുത്ത് പട്ടി എങ്ങനെ പെരുമാറുക? ആ പട്ടി ഇദ്ദേഹം വരുമ്പോൾ ആ പട്ടിയെ മണപ്പിച്ച് വാലാട്ടിയിൽ സ്നേഹം പ്രകടിപ്പിക്കും. അതുപോലെ തന്നെയാണ് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ആ ദേവത, ആ ദേവതയുടെ പരിവാരങ്ങളായിട്ടുള്ള സിംഹങ്ങളും വ്യാഘ്രങ്ങളെയും ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ആ വ്യാളിയും മുഖമൊക്കെ കാണുന്നുണ്ടല്ലോ. ആ രൂപങ്ങൾ നമ്മളെ ഒന്നും ചെയ്യില്ല മോളെ, നീ അത് തുറന്നു പറയണം. നമ്മളെ ചെയ്യാനല്ല, മറിച്ച് നിന്നെപ്പോലെയുള്ള ദുഷ്ടചിന്തകളുമായി കടന്നു വരുന്ന ആൾക്കാരെ ദ്രോഹിക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ചതാണ് തന്നെ പറയണം. കാരണം ഇവിടെ ദുഷ്ടലാക്കോട് കൂടിയാണ് ഇത്തരം ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആരാധിക്കുകയും ഞാൻ ബഹുമാനിക്കുകയും ഞാൻ പൂജിക്കുകയും ചെയ്യുന്ന എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ ദേവൻ്റെ, എൻ്റെ ദേവിയുടെ ആ ക്ഷേത്രത്തിലുള്ള ആ പ്രതിഷ്ഠ, അവിടെയുള്ള കാണുമ്പോൾ ഭയാനകമായിട്ടുള്ള രൂപങ്ങൾ എന്നെ ഒന്നും ചെയ്യില്ല. കാരണം എന്താ? അത് എൻ്റെ അമ്മയുടേതാണ്, എൻ്റെ ദേവൻ്റെതാണ്, എൻ്റെ ദേവിയുടേതാണ്. അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യില്ല. മറിച്ച് മറ്റുള്ളവർക്കാണ് അത് ദോഷം ചെയ്യുക എന്ന് കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിക്ക് കാര്യം ബോധ്യായി. നമ്മുടെ വീട്ടിലുള്ള പട്ടി നമ്മളെ ഉപദ്രവിക്കില്ല, നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഉപദ്രവിക്കില്ല. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ആ അമ്മയ്ക്ക് പ്രിയപ്പെട്ട പരിവാരങ്ങളായിട്ടുള്ള ഇത്തരം രൂപങ്ങൾ നമ്മളെ ഒന്നും ചെയ്യില്ല. നമ്മുടെ സംരക്ഷണമാണ്. നാളെ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ പരിവാരങ്ങളാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി വരിക എന്ന് കൂടി പറഞ്ഞു കൊടുത്തു. ഇത്തരത്തിലുള്ള മറുപടിയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. ഹിന്ദു സനാതന ധർമ്മത്തിലുള്ള പെൺകുട്ടികളെയും യുവതലമുറയിലുള്ള ചെറുപ്പക്കാരെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ റാക്കറ്റിൻ്റെ പിന്നിലുള്ള പ്രവർത്തനം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ചിന്തിക്കും, നമ്മുടെ ഇതിൽ എന്തൊക്കെ അനാചാരങ്ങളാണ്, എന്തൊക്കെ ദുഷിച്ച ചിന്തകളാണ് ഒക്കെ ഉള്ളത് നമുക്ക് ചിന്തിക്കും. അപ്പോൾ ഇതെല്ലാം ശരി, അവർ പറയുന്നതാണ് ശരി എന്ന് കരുതി അങ്ങോട്ടേക്ക് നമ്മുടെ കുട്ടികളുടെ മനസ്സ് മാറിപ്പോകാനിടയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംശയങ്ങൾ, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അറിയാത്തവരാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എഴുതിയിട്ടോ സ്വന്തം ശബ്ദത്തിലോ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരവസരത്തിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.